Hello guys, this is me Azim Sheikh. Welcome to Little Graphy. ഇന്ന് ഞാൻ സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, 3-in-1 ക്രാഫ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണത്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുന്നത് സ്റ്റാമ്പ് ആർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് സ്റ്റാമ്പ് ആർട്ട്. ഇതെന്താ 3D ഫ്ലവർ മേക്കിംഗ്. 3D ഫ്ലവർ മേക്കിംഗ്. ഇത് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ്. ഫസ്റ്റ് നമുക്കൊന്ന് സ്റ്റാമ്പ് ആർട്ട് തുറന്നോക്കാം. ഇതിൽ കുറെ സ്റ്റാമ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടെടുക്കാണ്. ഇതിൽ 6 സ്റ്റാമ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 സ്കെച്ചും കിട്ടിയിട്ടുണ്ട്. പിങ്ക്, യെല്ലോ, ബ്ലൂ. ഇതെല്ലാം ഡബിൾ സൈഡ് ഉള്ളതാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇത് തിന്നുള്ള സൈഡ്, ഇത് തിക്കുള്ള സൈഡ്. കുറച്ച് കാർഡ്സും കിട്ടിയിട്ടുണ്ട്. ഇതൊരു കാർഡ്, ഒരു കാർഡ്, ഒരു കാർഡ്. ഇതൊക്കെ കാർഡാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് സ്റ്റാമ്പ് ആർട്ടിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ല. നമുക്ക് അടുത്ത ബോക്സിൽ എന്താണെന്ന് നോക്കാം. 3D ഫ്ലവർ മേക്കിംഗ് കേട്ടോ കിട്ടുന്നു. കുറെ സ്റ്റിക്ക് ഉണ്ടാവും ഇതില്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇവിടെ ഇങ്ങനെ വെക്കുക, പിന്നെ ഇവിടെ ഇതും വെച്ചുകൊണ്ട് ഈ സാധനം ഇങ്ങനെ വെച്ച്. ഇതിൽ കുറെ ഫ്ലവറിന്റെ കട്ടൗട്ട്സ് ഉണ്ട്. പിന്നെ ലീവ്സ് ആട്ടോ. ലീവ്സ് ജസ്റ്റ് പുള്ള് ചെയ്താൽ കിട്ടും. നമ്മളവിടെ തന്നെ വെക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്താൽ മതി, അപ്പം തന്നെ കിട്ടും. ഇതെല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് അൺബോക്സ് ചെയ്ത് നോക്കാം. അടുത്ത ബോക്സിൽ എന്ന് വെച്ചാൽ ഒരു ബാൻഡാണ്. ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്. ബാൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ കുറച്ച് ടാപ്പ് വന്നിട്ടുണ്ട്. ഇത് എന്താ സാധനം? കുറെ ഉണ്ടാക്കാൻ ഒരു ബാൻഡില്ലേ, ഇത്തിരി ബാൻഡ്. ഇത്ര ഇടും. ഇത് എനിക്ക് മനസ്സിലായി. ഇതിങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെക്കുക. എന്തായാലും ഞാൻ അത് ഉണ്ടാക്കണൊക്കെ വീഡിയോ കൂടി കാണിച്ചു തരേ. ഇതിന്റെ ബാക്കിലും കുറച്ച് സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്കിത് വായിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ എടുത്ത്
ഓരോന്ന് ഉണ്ടാക്കാതെ ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ. ഇനി ഞാൻ പുതിയ വീഡിയോ ആയി വരാം. അതിലേക്ക് ടേക്ക് കെയർ ആൻഡ് ബൈ.